എന്തായാലും ആ വാഹനം ഒഴുകിപ്പോകുന്ന ദൃശ്യം പേടിപ്പിക്കുന്ന ദൃശ്യമാണ്. പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിലുണ്ടായി. കനത്ത മഴയാണ് ഇന്നലെ രാത്രിയിൽ പെയ്തത്, കൂട്ടാർ മേഖലയിൽ പെയ്തത്. അതിനെ തുടർന്നാണ് ആ വാഹനം ഒലിച്ചുപോയത്. ഇപ്പോൾ ജെയിനോട് സംസാരിച്ച ഡ്രൈവർ നേരത്തെ ഈ അദ്ദേഹത്തിൻ്റെ വാഹനം ഒഴുകിപ്പോയതിനെക്കുറിച്ച് പറഞ്ഞത്, ശക്തമായ മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാറിലാണ് നിർത്തിയിട്ട് ട്രാവലർ ഒഴുകിപ്പോയത്. സന്തോഷിൻ്റെ വാഹനമാണ് ഒലിച്ചുപോയത്. സന്തോഷ് അത് പറയുന്നു. ഇന്ന് രാവിലെ കൂട്ടാറിൽ ട്രാവലർ ഒഴുകിപ്പോയത് ഈ ഭാഗത്താണ്. ആ SBI ബാങ്കിന്റെ സമീപത്താണ് വാഹനം നിർത്തിയിരുന്നത്. കനത്ത മഴവെള്ളപ്പാച്ചിലിൽ വാഹനം മുന്നോട്ട് ഒഴുകി ആ കാണുന്ന പോസ്റ്റിന് സമീപത്തുകൂടി താഴേക്ക് പതിക്കുകയായിരുന്നു. അതിനുശേഷം വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അഞ്ഞാർതൊളുവിലേക്ക് പോകുന്ന വഴിയാണിത്. ആ പാലം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാങ്കിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ CCTV കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് വണ്ടി വൈകിട്ടാണ് പോട്ട് വരുമ്പോഴത്തേക്ക് അവിടെയാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളം ഒഴുകാൻ തുടങ്ങിയപ്പം നിങ്ങൾ അറിഞ്ഞിരുന്നോ? 3 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മേളിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് ഞാൻ വണ്ടിയായിട്ട് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ മുക്കാഭാഗം വെള്ളമായിപ്പോയി. വണ്ടിയുടെ അടുത്തോട്ട് അടുക്കാൻ മേലാത്ത സാഹചര്യമായിപ്പോയി. ദൂരം ഒന്നുകൊണ്ട് ഞങ്ങൾ കുരുക്കുണ്ടാക്കിയ കയറ് വന്നിട്ട് ഒരു മരത്തെ പിടിച്ച് കെട്ടി. പക്ഷേ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വെള്ളം ഭയങ്കര ശക്തമായിട്ട് വന്ന് വണ്ടി അവിടുന്ന് ഇറങ്ങിപ്പോയി. കയറ് രണ്ടും പൊട്ടിച്ചോണ്ട് വണ്ടി നേരെ താഴോട്ട് പോയി. ഇവിടുന്ന് താഴോട്ട് പോകുന്നവരം കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഇതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത എന്ന് പറഞ്ഞാൽ താഴെ ഒരു പാലമുണ്ട്, അങ്ങ് തേക്കാമെന്ന് പറയുന്നത്. ആ പാലത്തിന്റെ അവിടെ അങ്ങനെ തങ്ങി നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഇത് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോഴും വാഹനം പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും തകർന്നതാണ്. വലിയ നഷ്ടം എന്ന് വെച്ചാൽ ഒരു 10-17 ലക്ഷം രൂപ വണ്ടി ഇതുപോലെ വരുന്നതാണ്. വാഹനത്തിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്? ഇൻഷുറൻസ് ഉള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനത്തിന്റെ ഉടമ ഇവിടെയില്ല. ഇദ്ദേഹമാണ്, സന്തോഷ് എന്ന് പറയുന്ന ചേട്ടനാണ് ഈ വാഹനം ഓടിക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരുന്നത്. ഈ വാഹനം CC ഒക്കെ ഇട്ട് എടുത്തതാണോ? CC ഉണ്ട്. CC അടക്കാൻ കിടക്കുന്ന CC ഉള്ള വണ്ടിയാണ്. അപ്പൊ വായ്പ കൂടിയുണ്ട്, അതുപോലും അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്തായാലും ഈ വാഹനത്തിന്റെ ഉടമയും അതോടൊപ്പം തന്നെ ഡ്രൈവറെയും സംബന്ധിച്ച വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൂട്ടാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.